സിനിമയിൽ ഓൾഡ് ജനറേഷൻ ഉണ്ട്, ന്യൂ ജനറേഷൻ ഉണ്ട്. ഇത് രണ്ടിന്റെയും നടുവിൽ ഒരു ഗോൾഡ് ജനറേഷൻ ഉണ്ട്. വെൽ, എന്റെ കൂടെ ഉള്ളത് ഒരു ഗോൾഡൻ മാൻ ആണ്. ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയും. ഹീസ് നോട്ട് ഓൾഡ് ആണോ? No, not at all. ഇന്ന് സ്റ്റാർ ജാം ഗോൾഡൻ സ്റ്റാർ ജാം ആണ്. എന്റെ കൂടെ ഒരു ഗോൾഡൻ മാൻ ആണുള്ളത്. ഹിസ് നെയിം ഇസ് ഹായ്, ഞാൻ ഇന്ന് ഷാന്റെ കൂടെ സ്റ്റാർ ജാമില് രവീന്ദർ. രവീന്ദ്രൻ അല്ലേ? ശരിക്കും എൻ്റെ പേര് സിനിമയിൽ തമിഴില് ഞാൻ ഉത്തരരാഗത്തിൽ രവീന്ദർ എന്ന പേരിലാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. പക്ഷേ മലയാളത്തിൽ എന്തുകൊണ്ടോ രവീന്ദ്രൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാനത് സൈലന്റ് ആയിട്ട് അതിനെ മിണ്ടാറേയില്ല. പക്ഷെ എൻ്റെ ഒഫീഷ്യൽ നെയിം പാസ്പോർട്ടിലല്ല രവീന്ദർ. രവീന്ദർ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. വെൽ സർ, എപ്പോഴും ഒരു ഹൈ പവർ ബാറ്ററി ആണ് സർ. ഒരു 100 വാട്ടിന്റെ ബൾബാണ്. യു ആർ എ ട്രാൻസ്ഫോമർ. സർ എന്തൊക്കെയോ ആണ്. വാട്ട് ആർ യു? ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം നോട്ട് എ ട്രാൻസ്ഫോമർ. കാരണം ഇപ്പോൾ സോളാർ പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ എന്നെ പിടിച്ചിട്ടേ. രവീന്ദർ ആക്ച്വലി എങ്ങനെയാണ്? സി ഐ ടെൽ യു, ഞാൻ എനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ആൻഡ് മൈ ലൈഫ് ഈസ് ഡെഡിക്കേറ്റഡ് ടു സിനിമ. ഐ live for cinema. I see everything through cinema. Whatever you say, like, I sleep, I breathe, I eat, I drink, I walk, I with talk. cinema, I talk cinema, and I think cinema always actually. അപ്പോ ഒരു യഥാർത്ഥ സിനിമാക്കാരനാണ് രവീന്ദ്രൻ. സിനിമ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ. സിനിമ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ. അല്ല, എൻ്റെ അമ്മ പ്രസവിച്ചിട്ടത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് പലപ്പോഴും എൻ്റെ ഭാര്യ പറയാറുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് സിനിമയെ കുറിച്ചും രവീന്ദ്രൻ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പ്ലീസ്, അതെല്ലാം ഞാൻ ചോദിക്കും. ഇന്നത്തെ ഷോ അതിഭയങ്കരമാം വിധം ഭയാനകമായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഇടുക്കികൾ അതിഗംഭീരമാണ്, സാധാരണമാണ്. ഇന്നത്തെ ഷോ പിന്നെ അതിഗംഭീരമായിരിക്കും, അതിഭയാനകമായിരിക്കും, അതിഭയങ്കരമായിരിക്കും. ബിക്കോസ് എന്റെ കൂടെ ഉള്ളത് ഒരു ഭയങ്കര മനുഷ്യനാണ്. സോ എന്റെ കൂടെ ഉണ്ട് I'm actor Ravinder with me on Star Jam. Ton കണക്കിന് ഫൺ. ആക്ടർ രവീന്ദ്രൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നു ആക്ടർ രവീന്ദർ, എന്റെ കൂടെ ഉണ്ട് ഓൺ സ്റ്റാർ ജാം. താങ്ക് യു. ഹായ് സർ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഷോ. Star Jam with RJ Sean. ഒരു കാര്യം സർ, ഈ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഇടയിൽ ഗോൾഡ് ജനറേഷൻ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ. പക്ഷെ ഗോൾഡ് ജനറേഷനെ കുറിച്ചും ഓൾഡ് ജനറേഷനെ കുറിച്ചും അറിയാത്ത ഞങ്ങൾ ന്യൂ ജനറേഷന് പറഞ്ഞു തരൂ, ആരായിരുന്നു രവീന്ദ്രൻ? ഞാൻ എന്റെ ട്രംപറ്റ് വായിക്കണം. ഐ നോ, പണ്ട് ഫിലിം സ്കൂളിൽ പഠിക്കാൻ പോയ ഒരു രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അതെ. അന്ന് പേര് തമ്പി എന്നായിരുന്നു. അതെ. അതിനുശേഷം എപ്പോഴോ രവീന്ദറായി, മലയാളത്തിൽ രവീന്ദ്രനായി. ആൻഡ് തൃപ്പൂണിത്തറക്കാരനാണ്. ആരായിരുന്നു അപ്പോ അന്നത്തെ രവീന്ദ്രൻ? അന്നത്തെ രവീന്ദ്രൻ ഒരു ഓർഡിനറി ഫിലിം ലവർ ബോയ്. അതുകൊണ്ട് തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുള്ള എൻ്റെ പഠനം എനിക്ക് ലോക സിനിമയിലേക്കുള്ളൊരു വാതിൽ തുറക്കൽ തന്നെയായിരുന്നു. ശരിക്കും നമ്മൾ പന്തം കണ്ട പെരിച്ചാഴി എന്നൊക്കെ പറഞ്ഞ് മിഴിച്ചു നിൽക്കാൻ. നല്ല ഉപമ. ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഹി ഈസ് ദ പെരിച്ചാഴി വിത്ത് ദിസ്. ഞാൻ പെരിച്ചാഴിയെ ഷാനെ കണ്ടപ്പോൾ ഓർമ്മ വന്നതുകൊണ്ടാണ്. ക്യാരി ഓൺ, ബാക്കിയുള്ള കഥ. ഓക്കെ, സോറി. പിന്നെ സിനിമയിലേക്ക് ഇൻവോൾവ് ചെയ്യായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏത് സമയത്തും എന്ത് സംസാരിക്കുന്നതും സിനിമയെ കുറിച്ചായിരിക്കും. അന്നത്തെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടംപററീസ് ആരൊക്കെയായിരുന്നു? മൈ ബാച്ച് വാസ് ബെസ്റ്റ് ബാച്ച്. ഓക്കെ, PC ശ്രീറാം എൻ്റെ ക്ലാസ്മേറ്റ് വന്നിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ, നാഷണൽ അവാർഡൊക്കെ മേടിച്ച PC ശ്രീറാം, മണിരത്നത്തിന്റെ ക്യാമറമാൻ. മലയാളത്തിലെ സാലു ജോർജ് എൻ്റെ സീനിയർ ആയിരുന്നു. പെരുന്തച്ചൻ ഡയറക്ട് ചെയ്ത അജയൻ. ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ചിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ പാസ് ഔട്ട് ആയതാണ് മണിയമ്പിള്ള രാജു. എൻ്റെ ജസ്റ്റ് ജൂനിയറാണ് രഘുവരൻ. നാസർ, സുഹാസിനി ജസ്റ്റ് ജൂനിയറാണ് സുഹാസിനി. സുഹാസിനി അന്നും പിന്നെ ഭയങ്കര സുന്ദരിയായിരുന്നു. ആ തരത്തിൽ സുഹാസിനിയെ കണ്ടില്ലായിരുന്നു. അല്ല, മണിരത്നം കേൾക്കുന്നില്ല. ഷി വാസ് ഫോർ ആക്ച്വലി വന്നിട്ട് സിനിമാറ്റോഗ്രാഫിക്ക് പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ആക്ടിങ്ങിനൊന്നുമല്ല. അങ്ങനെ ഒരുങ്ങിക്കെട്ടിയൊന്നും വരുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ, ഒരു സാധാരണ കുട്ടി. അത്രയ്ക്കധികം വന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല സുഹൃത്തെ. വെൽ, സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി തരികയാണ് ഇന്ന് സ്റ്റാർ ജാമില്. This show is only for you. Thank you. And actor Ravinder is here with us on Club FM Star Jam. Ton കണക്കിന് ഫൺ. Star Jam with RJ Sean. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടയാത്ത വാതിലുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ടർ രവീന്ദർ, അല്ലെങ്കിൽ രവീന്ദ്രൻ. ഞാൻ വിട്ടുപോയ ചില പേരുണ്ട്. മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അളകപ്പൻ എൻ്റെ ജസ്റ്റ് സീനിയറാണ്. പട്ടം പോലെ ഡയറക്ടർ. ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു. അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലേ. പിന്നെ രവീന്ദ്രൻ എന്നുള്ള ആക്ടറിന്റെ കംബാക്ക് സിനിമയായ ഇടുക്കി ഗോൾഡും അങ്ങയുടെ സീനിയറായ അഴകപ്പന്റെ പട്ടം പോലെ റിലീസ് ആകുന്നത് ഒരേ ദിവസമായിരുന്നു. എൻ്റെ ബൈക്കിലൊക്കെ ഇരുന്ന് പേടിച്ചിട്ടുണ്ട് അളകപ്പൻ വന്നിട്ട്. ആണല്ലേ? ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും
അളപ്പിന് പോകുമ്പോഴത്തേക്കും എനിക്ക് സ്കിഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബൈക്കിൽ വീലിംഗ് ഒക്കെ ആയിരുന്നു. വീലിംഗ്, ബൈക്കിൽ ആക്രോബേറ്റ്സ് ചെയ്യുക, ലൈക്ക് വി വർ ജസ്റ്റ് ഫ്രീക്കിംഗ് ഔട്ട്. ഒരു പ്രാവശ്യം ഈ ഫുഡ് റെസ്റ്റ് ഒന്ന് താഴെ ഒന്ന് ഇടിച്ചത് ബംപ് ചെയ്ത് ബൈക്ക് ഞാൻ അളപ്പിനും തെറിച്ചു പോവാണ്. അന്ന് രവീന്ദ്രനും അളകപ്പനും പട്ടം പോലെ പോയി. പട്ടം പോലെ തന്നെ പോയി. അന്നത്തെ രഘുവരൻ എങ്ങനെയായിരുന്നു? ഇത് ഗുഡ് ആക്ടർ. എവിടെയോ വെച്ച് വന്നിട്ട് ഹി മിസ് ദ ട്രാക്ക്. പക്ഷേ ഞാൻ എൻ്റെ ഈ സിനിമയിൽ ഞാൻ രഘുവരനെ ഓർക്കുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾ അറിയണം. വെൻ യു സീ ദിസ് മൂവി ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. വളരെ സൈലന്റ് ആയി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സൈലന്റ് ഒന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. എല്ലാവരും വന്നിട്ട് ആരും ഒരു സൈലന്റ് ക്യാരക്ടർ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ വന്ന 7ാമത് മനിതൻ, ഹരിഹരൻ ഡയറക്ട് ചെയ്ത പടം, അത് അത്രയ്ക്ക് പോയില്ല. പിന്നീട് വില്ലനായിട്ടൊരു വരവ് വന്നു, ഗംഭീരമായിരുന്നു. ഒരു ടെറർ തന്നെ ഉണ്ടാക്കി ഇന്ത്യൻ സിനിമയിൽ. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രവീന്ദ്രൻ ആരായിരുന്നു? ഓൾറൗണ്ടർ. ഞാൻ സിനിമയിൽ വരുന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാവർക്കും. ഇത്രയും രസകരമായിട്ടുള്ള കഥകൾ പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും നല്ല ഒരു സ്ട്രോങ് പാസ്റ്റ് ടെൻസ് ഉള്ള ഒരു മനുഷ്യൻ പിന്നീട് യു ജസ്റ്റ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രഘുവരന് ലോസ്റ്റ് ദ ട്രാക്ക് എന്ന് പറഞ്ഞ, യു ഓൾസോ ലോസ്റ്റ് ദ ട്രാക്ക് ആണോ? No, I was going along with a lot of tracks. Multiple tracks. No, I didn't miss the bus actually. I did a lot of things. ഞാനൊരു ആക്ടറായിട്ട് മാത്രമായിട്ട് ജീവിച്ചു പോകുമെന്ന് എനിക്കൊരു തോന്നിപ്പോയി. പപ്പയുടെ സ്വന്തം അപ്പോസ് കഴിഞ്ഞിട്ട് ശേഷം അത് സൂപ്പർ ഹിറ്റ് ഫിലിമായിരുന്നു. അവിടെ ഞാനൊരു ബ്രേക്ക് എടുത്തു, റൈറ്റ് ടൈമിനോ. കാരണം ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമിലൂടെ നമ്മൾ മാറുന്നത് ഏറ്റവും നല്ലതാണ്. ദെൻ അതിനുശേഷമുള്ള എൻ്റെ ജേർണിയാണ് ദ റിയൽ ജേർണി ഷാൻ. അതിന് മുമ്പുള്ള ടൈമിന്റെ ചില രസമുള്ള കഥകൾ ഞാൻ പറയാം. സിനിമാ കച്ചവടക്കാരൻ മാത്രമല്ല, സിമന്റ് കച്ചവടക്കാരൻ കൂടിയായിരുന്നു രവീന്ദ്രൻ. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എന്റെ കൂടെ ഉണ്ട്. I'm actor Ravinder in Star Jam with Shan. 10 കണക്കിന് ഫൺ. സിനിമയെ സ്നേഹിക്കുന്ന ഒരു ആക്ടർ എന്റെ കൂടെ ഉണ്ട്. ഹി ഈസ് എ ഗോൾഡൻ ആക്ടർ, ഒരു ഗോൾഡൻ ഇറയുടെ സൂപ്പർ സ്റ്റാർ. ഹിസ് നെയിം ഇസ് രവീന്ദ്രൻ. വെൽക്കം ബാക്ക് സർ. Thank you. I am feeling glad, I am feeling gold. Star Jam with RJ Sean. You should feel diamond too. Tell me something. സിനിമ വിട്ടു, പപ്പയുടെ സ്വന്തം അപ്പൂസിലൂടെ സിനിമയുടെ ബസ് ഇറങ്ങി, ആക്ടിങ്ങിന്റെ ബസ് ഇറങ്ങി. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ സിനിമയിലൂടെ ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരുത്തനായി മാറിയിരുന്നു. സ്റ്റാർഡം കിട്ടി കുറച്ച് നാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവർക്കും പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവരും ആയിത്തീരുന്ന ഒരു പ്രത്യേകതയുണ്ട്. ലൈക്ക് വേൾഡ് സിനിമയോട് അല്ലെങ്കിൽ കൂടുതൽ അടുപ്പം യൂറോപ്യൻ സിനിമയോട് ഉണ്ടാവും. മാസ്റ്റേഴ്സിന്റെ സിനിമയോട് വന്ന് അവരെ പഠിക്കുക ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മെയിൻ സ്ട്രീം സിനിമയിൽ നിന്നും വളരെ വ്യത്യാസമാണ് ആ കാലത്തെ വന്നത്, തമിഴ് സിനിമയിൽ നിന്നെല്ലാം വന്നു. സോ ഐ വാസ് ഇൻ ദാറ്റ് ട്രിപ്പ് ആക്ച്വലി. അതെ, സ്വന്തം സ്റ്റാർഡം പോലും ഉപേക്ഷിച്ച് കെട്ടിടം പണിയാൻ ഇറങ്ങിയ ഒരു ആക്ടർ. ആക്ച്വലി വന്നിട്ടുള്ളത് തന്നെ ഐ വാസ് എക്സ്പെരിമെന്റിങ്. ഞാൻ പഠിച്ചതല്ല, സിനിമയിൽ നിന്ന് പഠിച്ചതെല്ലാം വന്ന് ഉപയോഗിക്കാൻ ഒരു സ്പേസ് കിട്ടിയതാണ് എനിക്ക്. കെട്ടിടം പണി കേട്ടോ, കെട്ടിടം പണിയല്ല ഞാൻ ചെയ്ത. ആദ്യം സിമെന്റ് സപ്ലൈ ചെയ്യല്ലേ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, സിമെന്റ്, സ്റ്റീല്, ഹെവി സ്ട്രക്ചേഴ്സ്. ദെൻ അതിനുശേഷം വന്ന് ഞാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പേസ് ഫ്രെയിംസ് ഇവിടെ ഉണ്ടാക്കി. ദെൻ ഐ ബിക്കം എൻ ഇന്റീരിയർ ഡിസൈൻ. സീ ലൈക്ക് സിനിമ എന്നെ എന്തെല്ലാം പഠിപ്പിച്ചോ അതെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ മാഡ് അല്ലേ? എനി ഇന്നോവേറ്റീവ് പേഴ്സൺ ഹൗ കാൻ യു കോൾ എ മാഡ് ആക്ച്വലി? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ രവീന്ദ്രന്റെ ഈ ഒരു ലൈക്ക് നമ്മുടെ യു സ്വിച്ച് യുവർ ചാൻസസ്. അതായത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് ആയിരുന്നു, പെട്ടെന്ന് ഒരു ഡാൻസറായി, സെൻസേഷണൽ ആക്ടറായി, സൂപ്പർ സ്റ്റാറായി, വില്ലനായി, പിന്നെ പെട്ടെന്ന് സിനിമ വിട്ടു, ദെൻ സിമന്റ് കച്ചവടം തുടങ്ങി, ദെൻ തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് വന്നു. ഇടയിൽ കുറെ കാലത്ത് കുറെ നാട്ടില് സിനിമ പ്രദർശിപ്പിക്കാൻ പോയി, ഇന്റർനാഷണൽ സിനിമ കാണാൻ പോയി, സിനിമ പഠിക്കാൻ പോയി, സിനിമയുടെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. What are you? I mean, no, that's what actually this is what I am. You said it. കാരണം നമുക്ക് ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ നമ്മൾ ശരിക്കും ജീവിച്ച് ആസ്വദിച്ച് ജീവിക്കുക, അനുഭവിച്ച് ജീവിക്കുക, അറിഞ്ഞ് ജീവിക്കുക. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് നമുക്ക് പഠിപ്പ് വേണം, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം, വന്നിട്ട് നമ്മൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. You are the man for the day. Thank you very much, sir. Thank you very much. Actor Ravindran on Star Jam. Ton കണക്കിന് Fun. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആക്ടർ രവീന്ദ്രന്റെ കൂടെ ഷാൻ ഉണ്ട്. Are you ready, sir? I'm always ready. 10 കണക്കിന് fun. Here we go. So Star Jam 10 questions, say true or false. അന്ന് I was a superstar. True or false? False. ആക്ടർ രവീന്ദ്രൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ലേ? See, I don't know whether I'm a superstar, but I'm loved by a lot of people. അന്ന് you were a star. I was a star actually. എനിക്ക് ഡെഫിനറ്റ്ലി വന്നിട്ടുള്ള ഫാൻ ഫോളോവേഴ്സ് ആയിരുന്നു. Huge. പെൺകുട്ടികൾ എന്റെ പുറകിൽ ക്രേസി ആയി നടന്നിരുന്നു. True or false? No. കാരണം ഞാൻ അങ്ങനെ ഒരു ആൾക്കാരെ ക്രേസി ആക്കുന്ന ഒരുത്തനായിരുന്നില്ല. You are a lover boy. Of course, I'm a lover boy to everybody. I'm an actor.
actor. In fact, professional actor വന്നിട്ടുള്ള very serious actor who wanted to perform everything. Of course, dance ചെയ്യും. പഴയ മിന്നുന്ന പളവള കുപ്പായങ്ങൾ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഇല്ല ഇല്ല, അന്നത് പിന്നെ ഡിസ്കോ കളിച്ചിരുന്ന കിടപ്പുണ്ടാവും ചില സാധനം മെറ്റീരിയൽ. ഈ ഡിസ്കോ ലൈറ്റ്സ് ഒക്കെ ഞാൻ ജർമ്മനിയിൽ നിന്നൊക്കെ ഒരുപാട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരി. മ്യൂസിക് എൻ്റെ ഭയങ്കര ഒരു എന്താ വാട്ട് യു സേ ലൈക്ക് ഞാൻ എപ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ മ്യൂസിക് കേൾക്കുന്ന ഒരുത്തനായിരുന്നു. വന്നിട്ട് ഐ എം നോട്ട് എ ഗ്രേറ്റ് ആക്ടർ, ട്രൂ ഓർ ഫാൾസ്? നോ, ഐ എം നോട്ട് എ ഗ്രേറ്റ് ആക്ടർ, ബട്ട് ഐ എം എ ഗുഡ് ആക്ടർ. ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിന്റെ പേരിൽ ഫേസ്ബുക്കിലുണ്ടായ പോസ്റ്റർ വിവാദം അനാവശ്യമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഐ ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ആക്ച്വലി ദിസ് ടൈപ്പ് ഓഫ് വിവാദങ്ങളിലേക്ക് എനിക്ക് താല്പര്യമില്ല. എന്നെ വലിച്ചഴക്കരുത് ദയവ് ചെയ്ത്. ഞാൻ വിവാദങ്ങൾ പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട് 1980s. അഫ്കോഴ്സ് ഞാൻ വിവാദങ്ങളിൽ പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. വിവാദങ്ങളിൽ ഞാൻ പെട്ടിട്ടുണ്ട്. എപ്പോഴും പെട്ടുകൊണ്ടേയിരിക്കുന്നവനാണ്. രവീന്ദ്രനെ കുറിച്ച് ഏതെങ്കിലും പത്രമോ മാസികയോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും? ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. നെഗറ്റീവ് റിപ്പോർട്ട്സ്, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം എഴുതിയിട്ടുണ്ട്. പലതും ഞാൻ അറിയാത്ത കേൾക്കാത്ത കാര്യങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. സോ എന്റെ കൂടെ ഉണ്ട് ആക്ടർ രവീന്ദ്ര with me on Star Jam. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. I'm actor Ravinder with me on Star Jam. Well, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടേ ഇല്ല. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ഫിലിം സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി ഞാൻ ഓവർനൈറ്റിൽ സിനിമയിലേക്ക് വീഴുകയത്. അതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്ട്രഗിൾ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരു ഡയറക്ടറുടെ പുറകിൽ നടക്കേണ്ട ഒരു അവസ്ഥ അതുണ്ടായില്ല. കാരണം ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്, കോടമ്പകത്തിലേക്ക് ഞാൻ വരുന്നത് സ്റ്റാർ ആയിട്ടായിരുന്നു. ആണല്ലേ? ഞാൻ സ്റ്റാർ ആയിട്ടാണ് ഞാൻ എൻട്രി. അത് എല്ലാ പത്രവും അന്ന് എഴുതിയായിരുന്നു. കാരണം എൻ്റെ എൻട്രി സ്റ്റാർ ആയിട്ടായിരുന്നു. എൻ്റെ പടം അപ്പോൾ റിലീസായി, ഒരു തലരാഗം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരൊക്കെ കൂടി ചെയ്ത ഒരു പടമാണ്. ഞാൻ ആ സമയത്ത് തന്നെ ഒരു 4 പടം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പടം ഹിറ്റായതോടുകൂടി ഞാൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായി. പൈപ്പ് വെള്ളം കുടിക്കേണ്ടയോ പട്ടിണി കിടക്കേണ്ടയോ വന്നില്ല. നമ്മൾ പൈപ്പ് വെള്ളം കുടിക്കുകയോ പട്ടിണി കിടക്കുകയോ എന്നുള്ളതല്ല. ഞാനും അജയനും ഒക്കെ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്. പെരുന്തച്ചൻ്റെ ഡയറക്ടറായിട്ടുള്ള തൊപ്പിൽ ബാസിയാണ്. ഗ്രേറ്റ് മാനാണ്. തൊപ്പിൽ ബാസിയാണ് മലയാളം സിനിമയുടെ എല്ലാമായിരുന്നു. ഇപ്പോൾ ഭയങ്കര പവറിലായിരുന്നു. അജയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർ ഇതുണ്ടായിരുന്നു. അത് തന്നെ. പക്ഷെ ഞങ്ങൾ പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ പൈസ മേടിക്കാതെ തന്നെ. സ്ട്രഗിളല്ല, ഞങ്ങൾ ചുമ്മാ ഒരാഴ്ചയൊക്കെ അങ്ങനെ നിന്ന്. അല്ല, വി ഷുഡ് ആക്ച്വലി പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കാൻ മനഃപൂർവ്വം പട്ടിണിക്ക് ഇരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് അന്ന് വലിയൊരു വീട് വാടകയ്ക്കെടുത്ത് അജയൻ താമസിക്കുന്നതിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത് മഹാലിംഗപുരത്ത്. ഒരു ആക്ടർ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഒരു ആക്ടറെ ആക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സ്ട്രീറ്റ് ഫൈറ്റ് തൊട്ട് ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. I know. Well, next question. ഞാൻ പണ്ടൊരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു. I'm not a street fighter actually on that, but I have involved in gang fights actually. ഞങ്ങൾ തമിഴ്നാട്ടിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് മലയാളത്തിനൊക്കെ അവർ കുറേ മധുരൈ ഗാങ് തമിഴന്മാർ കുറച്ച് അയ്യോ. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് വന്നിട്ട് ഒരു കൂട്ടടി ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വന്നു. അതോടെ നമുക്ക് ഹോസ്റ്റലിൽ ഒരു സ്ഥാനമുണ്ടാവുന്നു. ക്യാമ്പസ് അങ്ങനെയല്ല, ഗുണ്ടെന്നൊന്നും എന്നെ ആരും വിളിച്ചിട്ടില്ല. But of course, you are the man for the day. Thank you very much, sir. Thank you very much. Actor Ravindran on Star Jam. ടൺ കണക്കിന് Fun. ഹായ്, ഞാൻ ഇന്ന് ഷാന്റെ കൂടെ സ്റ്റാർ ജാമിൽ രവീന്ദർ. ഹായ് സർ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഷോ. കണക്കിന് ഫൺ. പ്രൊമോഷൻ ഇല്ലാതെ ഇക്കാലത്ത് ഒരു പടം ഹിറ്റ് ആവില്ല. ട്രൂ ഓർ ഫാൾസ്? ഓഫ് കോഴ്സ്. കാരണം ഇന്ന് നമുക്ക് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് വേണം. എത്ര നല്ല പടമായാലും വന്നിട്ടില്ല, അത് റൈറ്റ് ടൈമിൽ ഒന്ന് റിലീസ് ചെയ്യണം. റൈറ്റ് പ്രൊമോഷൻസ്, റൈറ്റ് തിയേറ്റർ, ഇതെല്ലാം വന്നിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ മാർക്കറ്റിംഗ് വന്നിട്ട് ഇന്ന് എന്തിനേയും നമ്മൾ വന്നിട്ടുള്ളതിനകത്തേക്ക് എത്താനായിട്ട്. കാരണം ഭയങ്കര ബിസി ലൈഫാണ് എല്ലാവരും. ആർക്കും ഒന്ന് ഇരുന്ന് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അപ്പോൾ സംബഡി ഹാസ് ടു ഗോ ആൻഡ് നോക്ക് അറ്റ് ദെയർ ഡോർ ആൻഡ് സേ, സർ ഐ ആം ഹിയർ, പ്ലീസ് ജസ്റ്റ് കം ആൻഡ് വാച്ച് മീ. വെൽ, നെക്സ്റ്റ്, ഒരു നല്ല ആക്ടർ ഒരു നല്ല ഡാൻസർ ആയിരിക്കണം. ട്രൂ ഓർ ഫാൾസ്? ഡാൻസർ എന്നല്ല, നല്ല റിതം അവനുണ്ടായിരിക്കണം എന്നുള്ളത് സത്യമാണ്. ഇടുക്കി ഗോൾഡ് സത്യത്തിൽ ഇടുക്കിയിൽ അങ്ങനെ ഒന്നുണ്ട്. ഇടുക്കി ഒരു ഗോൾഡാണ് യഥാർത്ഥത്തിൽ. നമ്മൾ ഇടുക്കിയെ തിരിച്ചറിയണം. കേരളത്തിന്റെ ഒരു ഗോൾഡ് തന്നെയാണ് ഇടുക്കി. ഇപ്പോഴത്തേക്കാൾ അസഭ്യം പണ്ട് ഓൺ സ്ക്രീനിൽ പറഞ്ഞ സിനിമകളുണ്ട്. ട്രൂ ഓർ ഫാൾസ്? സിനിമയ്ക്ക് ആവശ്യമായ എന്തും അതിന് അനാവശ്യമായ എന്തെങ്കിലും കുത്തി നിറച്ചിട്ടുണ്ടോ എന്നുള്ള, അത് സഭ്യതയോ അസഭ്യതയോ എന്നും അല്ല പ്രശ്നം. അനാവശ്യമായ എന്ത് സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ടോ അതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. ആവശ്യം
ആവശ്യമായ എന്ത് സിനിമയിലുണ്ടോ അതിനോട് ഞാൻ എപ്പോഴും അനുകൂലിച്ചിരിക്കും. അത് സിനിമയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മളൊരു കള്ളുകൂടിയനായിട്ടുള്ള കഥാപാത്രത്തിന് പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നടക്കണ ഒരുത്തനായിട്ട് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സി ലൈക്ക് യു ഷുഡ് റിയലി അണ്ടർസ്റ്റാൻഡ് സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ സ്നേഹിക്കണം, അതിനെ താലോലിക്കണം. ഞാൻ എന്റെ കംബാക്ക് സെലിബ്രേറ്റ് ചെയ്യാണ്. ട്രൂ ഫാൾസ്? ഓഫ് കോഴ്സ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുക തന്നെയാണ്. ഞാൻ സന്തോഷത്തിലാണ്. ഞാൻ വിട്ടുപോയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഇനി നിനക്കൊരു തിരിച്ചുവരവും ഇല്ല എന്ന് നീ ആലോചിക്കണം. നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് തെറ്റാണെന്നല്ല എന്നോടത്ത് പലരും എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഉപദേശിച്ചപ്പോൾ. ഇനി നിനക്ക് ടിക്കറ്റ് തരില്ല, യു വിൽ നോട്ട് ഗെറ്റ് എ ചാൻസ് ആക്ച്വലി. പക്ഷെ ദൈവാദിനം എന്ന് പറയട്ടെ, പലരുടെ രൂപത്തിലും വരുമല്ലോ. ഇന്ന് ആഷിഖ് കപൂറിന്റെ രൂപത്തിലൊന്നെന്ന് പറയാം. That's actor Ravindran with me. പിന്നെ laughing his heart out on Star Jam with ton കണക്കിന് fun. Star Jam with RJ Sean. ഞാൻ ഇനി ആക്ടർ രവീന്ദ്രന്റെ 3 കാർഡുകൾ തരാൻ പോവാണ്. ഓക്കെ ക്വസ്റ്റ്യൻസ് വായിക്കണം. വായിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു കാർഡിന് ഉത്തരം പറഞ്ഞാൽ മതി. ആക്ടർ രവീന്ദ്രൻ ഓൺ സ്റ്റാർ ജാം. ഹിയർ വി ഗോ. താങ്ക് യു. കാർഡ് നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാൻസ് അറിയില്ലായിരുന്നെങ്കിൽ സിനിമയിൽ കയറുമായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 2. രവീന്ദ്രന് വലിയ ഡയലോഗ് പറയാൻ മടിയാണ്, ശരിയാണോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനിതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു അല്ലേ? രവീന്ദ്രന് വലിയ ഡയലോഗ് പറയാൻ മടിയാണ്. എനിക്ക് ശരിക്കും വലിയ ഡയലോഗ് പറയാൻ മടിയല്ല. യഥാർത്ഥത്തിൽ സിനിമ ഒരു ദൃശ്യഭാഷയാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സിനിമകളിൽ ഡയലോഗുകൾ വലിയ നീട്ടത്തിലുള്ള ഡയലോഗല്ല. പണ്ടൊക്കെ പരാശക്തിയിലൊക്കെ വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് 5 പേജുള്ള ഡയലോഗ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് കാണാപ്പടം പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ആ സമയത്ത് വന്ന തിയേറ്ററിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വന്നിട്ടുള്ള. സിനിമ അന്ന് ലൈക്ക് ഈ ഏറിയയിലാണ്, ഡിജിറ്റൽ ഏറ വന്നതോടുകൂടിയാണ് സിനിമ പൂർണ്ണമായിട്ടും ദൃശ്യമാധ്യമത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡയലോഗിനുള്ള ഇമ്പോർട്ടൻസുകൾ കുറയാണ്. അഫ്കോഴ്സ് ഡയലോഗ് ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ സിനിമയിൽ ഡയലോഗ് വന്നിരിക്കുന്നത് ഒരു ആവശ്യത്തിന് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡയലോഗ് കൊണ്ടായിരിക്കരുത് സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ബട്ട് ഒരു കാലത്ത് മലയാള സിനിമ ഭരിച്ചിരുന്നത് രഞ്ജിത്ത്, രഞ്ജി പണിക്കർ സിനിമകളെല്ലാം തന്നെയും ഡയലോഗുകളിലൂടെ വിജയിച്ച ചിത്രങ്ങളാണ്. ഞാൻ വിഷ്വൽ ലിറ്ററസിയുടെ ആളാണ്. ദൃശ്യഭാഷ സാക്ഷരത എന്നുള്ളതാണ്. ഇത് വിഷ്വൽ ലിറ്ററസിയാണ്, വിഷ്വൽ ലാംഗ്വേജ് ആണ് 21st സെഞ്ചുറിയുടെ ലാംഗ്വേജ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ്. ദൃശ്യത്തിലൂടെ ആയിരിക്കും ഇനി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കൂടുതലും. ഇനി ത്രൂ യുവർ ആപ്സ് ലൈക്ക് ആൻഡ്രോയിഡിൽ എല്ലാത്തിലും നിങ്ങൾ ഇമേജിനെ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ യു ആർ ആക്ച്വലി ഫ്ലഡഡ് വിത്ത് ഇമേജസ് ആണ്. നിങ്ങൾ പോസ്റ്റേഴ്സ്, ഹോർഡിങ്സുകൾ എന്ത് നോക്കിയാലും, ഈവൻ അക്ഷരങ്ങൾ ഫോണ്ടായി മാറുമ്പോൾ അത് ഇമേജായി മാറുകയാണ്. ഇപ്പൊ ക്ലബ് എഫ് എം നോക്കിയാൽ നമ്മൾ വന്നിട്ടുള്ള അതിന്റെ കളർ, അതിന്റെ ഡിഫറെന്റ് ഫോണ്ട് നമ്മൾ എന്തിനാണ് ചെയ്തിരിക്കുന്നത്? Then you are giving an imagery through that. Actor Ravindran on Star Jam with Shan 10 കണക്കിന് fun. I hope you are having 10 കണക്കിന് fun. Yes. Well, ഞാനിപ്പോ ആക്ടർ രവീന്ദ്രന് വേണ്ടിയിട്ട് ഇടുക്കി ഗോൾഡില് ഒരു സോങ് പ്ലേ ആണ്. ഓക്കെ. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. ഈ കാലഘട്ടം, ഈ പാട്ടിൽ കാണിക്കുന്ന രവീന്ദ്രന്റെ റിയൽ ലൈഫ് കാലഘട്ടം എങ്ങനെയായിരുന്നു? 4 പിള്ളേര്, ഒരു ഗ്യാങ്, ഒരു പെണ്ണ്, അങ്ങനെയൊക്കെ ആയിരുന്നു? ഒരു ക്ലാസ്മേറ്റ്? ഇല്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ അകത്ത് അങ്ങനെ ഒരു ലൈഫല്ലായിരുന്നു. ഒരു പെണ്ണും 4-5 പെണ്ണുങ്ങളെ പുറകെ ഒന്നും പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെയുള്ള രവീന്ദ്രൻ എങ്ങനെ? ഒരുപാട് സ്കൂൾ മാറിയിട്ടുള്ള രവീന്ദ്രനാണ്. പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും സ്കൂളുകൾ മാറി പോയിക്കൊണ്ടിരുന്നത്. തല്ലുകൊള്ളി രവീന്ദ്രൻ ആയതുകൊണ്ടാണോ? പലപ്പോഴും പല ടീച്ചേഴ്സും എന്റെ സൈഡായിരിക്കും. ഞാൻ ഐ വിൽ ക്വസ്റ്റ്യൻ റോങ് എനി ടൈം. ഒന്ന് പറയൂ, ഒരു 10th സ്റ്റാൻഡേർഡ് രവീന്ദ്രന്റെ ഒരു വിപ്ലവകാരിയായ രവീന്ദ്രൻ എങ്ങനെയായിരുന്നു? എനിക്കൊരു 30 ദിവസം സസ്പെൻഷൻ കിട്ടിയ ഒരു സമയമുണ്ട് സ്കൂളിൽ. അതൊന്നല്ല, അതൊരു ഹെഡ്മിസ്ട്രസും ഞാനുമായിട്ടുള്ള ഒരു അറഗന്റ് ആർഗ്യുമെന്റിന്റെ പേരിലായിരുന്നു. ഷീ ടുക്ക് എ ഡിസിഷൻ ലൈക്ക് സൈക്കിൾ കയറ്റാൻ പാടില്ല, വണ്ടി കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരും വണ്ടി കയറ്റാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഹെഡ്മിസ്ട്രസിനെ കാണാൻ വന്ന ആരുടെ ഒരു വണ്ടി അവിടെ കയറിയപ്പോൾ ഞാൻ അതിനെ പുറത്താക്കി. അവിടെ റൂൾസ് എല്ലാവർക്കും ഒരേ റൂള് തന്നെയല്ലേ. ഏതോ ഒരു ബൈക്ക് ആരോ കൊണ്ടുവന്നു അതിനെ പിടിച്ച് പുറത്താക്കി. അല്ല, അത് അവരെ കാണാൻ വന്നതിന് പുറത്താക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് അവനെ പിടിച്ച് പുറത്താക്കിച്ചിട്ട് കറക്റ്റ് ഗ്രൗണ്ടിൽ കൂടി മുഴുവനും ബൈക്കുമായിട്ട് അവർ പോകേണ്ടി വന്നു, വണ്ടിയായിട്ട്. അപ്പോൾ അത് ഹെഡ്മിസ്ട്രസിന് ഭയങ്കരമായിട്ട് ഒരു ഈഗോ ഹർട്ടായി. അങ്ങനെ ഒരു തരത്തിൽ വന്നപ്പോൾ അവർ എൻ്റെ ഏതോ ഒരു കുറ്റമൊക്കെ കണ്ടുപിടിക്കാനും നോക്കാനും ഞങ്ങൾ തമ്മിൽ ഇതേ ടഫാണ്. അവർ റൂൾ ഉണ്ടാക്കിയാൽ ആ റൂള് ഞാൻ അവർക്കും കൂടി ബാധകമാക്കിക്കും. അങ്ങനെ അവരെന്നെ പെട്ടെന്ന് ഒരു ദിവസം ഡിസിഷൻ എടുക്കുവാണ് 30 days എന്നെ സസ്പെൻഡ് ചെയ്തു. വലിയ സമരമായിരുന്നു അതൊക്കെ. ഓഫ് കോഴ്സ് എന്നെ തിരിച്ചെടുക്കേണ്ടി വന്നു. You were a problematic kid, അല്ലേ? No, not at all.
ഞാനത് അതാ പറഞ്ഞ ഇന്നും അത് ഞാൻ സത്യത്തിന് വേണ്ടി പോരാടുന്നവനാണ്. എൻ്റെ കയ്യിലൊരു തെറ്റുണ്ടെങ്കിൽ ഞാൻ അപ്പം മിണ്ടാതിരിക്കും. മറ്റവൻ്റെ പേര് തെറ്റുണ്ട്, അവൻ്റെ കയ്യിൽ അധികാരമുണ്ട്, ശക്തിയുണ്ടെന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ അടിമപ്പെടില്ല. വി ആർ നോട്ട് സ്ലേവ് ടു എനിബഡി. ഗുഡ് ഒപ്പീനിയൻ. വെൽ, പിന്നെ ഈ പാട്ടിൽ കാണിക്കുന്ന പോലെ ഒരു ചൈൽഡ്ഹുഡ് റൊമാൻസ് ഉണ്ടായിരുന്നോ? എനിക്കങ്ങനെ ഞാനൊരു ഇൻഫാക്ട് ഞാൻ ഭയങ്കര സുഹൃത്തുക്കളുള്ള ഒരുത്തനായിരുന്നു. അങ്ങനെ പഞ്ചാരടിക്കാനൊന്നും പോകില്ലായിരുന്നു. മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിരത്താനേ താനാനേ, തന്തിരത്താനിന്നാനിന്നാനേ. AK-47. ആക്ടർ രവീന്ദ്രന് ഞാൻ 2 ഓപ്ഷൻസ് തരാമാണ്. ചൂസ് വൺ. രവീന്ദ്രൻ, ഞാൻ ഇന്ദ്രനാണ്, ചന്ദ്രനാണ്. ഞാൻ പേരിൽ ഇന്ദ്രനാണ്, എന്നാൽ സ്വഭാവത്തിൽ ചന്ദ്രനാണ്. ചന്ദ്രൻ is very soft. I am very soft actually. It gives you light, it gives you mood and emotions and everything. ഗുഡ്. ഞാൻ കഥയാണ്, ഞാൻ കവിതയാണ്. I prefer കവിത ആക്ച്വലി വന്നിട്ട്, കാരണം 2 വരിയിൽ ഒതുക്കാം. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. സാറുടെ ഒരു 2 വരിയിൽ പറയുന്ന കവിതയാണെങ്കിൽ രവീന്ദ്രൻ എന്താണ്? പഴംപൊരിയാവാൻ കൊതിയായി, പഴമായി മതിയായി. ഇതെന്റെ കഥാപാത്രം പറയാം. ഇടുക്കി ഗോൾഡിലെ രവി എന്ന കഥാപാത്രത്തിന്റെ കവിതയാണത്. എന്താ? പഴത്തിന്റെ ഒരു രോദനമാണ്. പഴംപൊരിയാവാൻ കൊതിയായി, പഴമായി മതിയായി. രവീന്ദ്രന് കൂടുതലുള്ളത് ഐ ഡു കെയർ ആറ്റിറ്റ്യൂഡ്, ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്. I do care attitude, of course actually. I don't care bad attitudes. ഒരുപാട് ഗുണങ്ങൾ എനിക്ക് അതുകൊണ്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിൽ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. യു ഷുഡ് ആക്ച്വലി മോർ ബോധേഡ് ആവേണ്ട കാര്യമൊന്നുമില്ല പല കാര്യത്തെക്കുറിച്ചിട്ടും നമ്മൾ വന്നിട്ട്. രവീന്ദ്രന് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് അടി കിട്ടിയിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, അടി കിട്ടിയിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മളൊരു ഒരു ഡിസിഷൻ എടുത്ത് സ്റ്റാൻഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഓടില്ലേ. അത് എത്ര ഇടി കിട്ടിയാലും ശരി, എത്ര അടി കിട്ടിയാലും ശരി, ഞാൻ അവിടെ ഐ വിൽ സ്റ്റാൻഡ് ലൈക്ക് എ റോക്ക്. ഐ വിൽ ദ ലാസ്റ്റ് പേഴ്സൺ. ഞാൻ വീഴുള്ളൂ, ഓടില്ല. യു വിൽ നെവർ ലീവ് ദ സീൻ. നോ. എന്റെ ലൈഫ് ഒരു ഇന്ത്യൻ സിനിമയാണ്, ഒരു ഇന്റർനാഷണൽ സിനിമയാണ്. എല്ലാവരുടെ ലൈഫും സിനിമയാണ്. ഇന്റർനാഷണൽ ഇന്ത്യൻ സിനിമ മറ്റവന് ഇന്റർനാഷണൽ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. യു ആർ എ ലൗഡ് സ്പീക്കർ, യു ആർ എ സൈലൻസർ. ഇൻഫാക്ട് ഞാൻ വലിയ ലൗഡ് സ്പീക്കർ അല്ല, കാരണം ഞാൻ ഭയങ്കര വാചകം അടിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ല. എനിക്ക് ഇമേജിലൂടെയാണ് ശരിക്കും. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഐ എം ഗുഡ് അറ്റ് റേഡിയോ, ബട്ട് വിഷ്വലിൽ ഞാൻ കറക്റ്റ് എൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. ഞാൻ പാതിയും ബോഡിയിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യു ആർ ആൻ ആക്ടർ, യു ആർ എ ഡാൻസർ. ചൂസ് വൺ. No, I always prefer I am an actor who can dance. An actor who is a dancer, a dancer who is an actor. എൻ്റെ കൂടെ എൻ്റെ ആക്ടർ Ravinder. ടൺ കണക്കിന്. Fine. Star Jam with RJ Sean. ഞാൻ കുറച്ച് ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. മാൻ ഫ്രം ദി ഗോൾഡൻ ഈറ. അദ്ദേഹത്തിന്റെ പേരാണ് രവീന്ദ്രൻ ആൻഡ് രവീന്ദർ. ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ ഫോർ യു. സിനിമ ലൈഫിലെ ഗോൾഡൻ മൊമെന്റ് അതായിരുന്നു? ഡെഫിനറ്റ്ലി 80s ആണ്. 80s എൻ്റെ ഫസ്റ്റ് ഫിലിം റിലീസ് ആയതിനു ശേഷം ഒരു തലയിറാക്കാം. ഐ വാസ് റിയലി ഫ്ലോട്ടിങ്. സ്റ്റാർഡത്തിന്റെ അതിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഫ്ലോട്ട് ചെയ്ത കുറേ നാള്. വെരി ഗുഡ്. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഫാൻസ്, എന്തിനും നമുക്ക് കാര്യങ്ങളുണ്ട്, എല്ലാം നമ്മുടെ മുമ്പിൽ. അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ കിട്ടിയ പോലെയായിരുന്നു. ബാബു ആന്റണി, പ്രതാപ് പോത്തൻ, വിജയരാഘവൻ, മണിയമ്പിള്ള രാജു, ഇതിൽ ആരായിട്ടാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്നത്? എല്ലാവരുമായിട്ട് എനിക്ക് ഡിഫറെന്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പ്രതാപ് പോത്തനുമായിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പ്രതാപ് പോത്തന്റെ ബ്രദർ ഹരിച്ചേട്ടൻ എന്നോട് നല്ല സ്നേഹമുള്ളൊരു ഹരിപ്പോത്തൻ, ഞാൻ ഹരിച്ചേട്ടാന്ന് വിളിക്കുന്നു. പ്രതാപ് പോത്തൻ അന്ന് അഭിനയിക്കുന്നുണ്ട്, തകര ഇറങ്ങിക്കഴിഞ്ഞു. ബാബു അന്നി ഞാൻ കാണുന്നത് പേരുശൊല്ലും പിള്ളേ എന്ന തമിഴ് ചിത്രത്തിലെ കമലഹാസൻ ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ. മണിയമ്പിള്ള രാജു, എല്ലാവരെക്കാളും മുമ്പ് ഞാൻ കണ്ടത് മണിയമ്പിള്ള രാജു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ തന്നെ എൻ്റെ സീനിയറായിട്ട് പാസ്സായെങ്കിലും അന്ന് ഹോസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിജയരാഘവനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ നാടകങ്ങളിലെല്ലാം വന്നിട്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കി വന്നിട്ടുള്ള ഒരു നടനാണ് വിജയരാഘവൻ. ഇവരിൽ ആരായിട്ടാണ് ഒരു ഗോൾഡൻ ബോണ്ടിങ്? എല്ലാവരുമായിട്ടുണ്ട്. അടുത്ത കാലത്ത് യങ് ലീഗിൽ കണ്ടിട്ടുള്ള ഒരു ഗോൾഡൻ ആക്ടർ? അല്ല, ഞാൻ ഇപ്പോൾ വരുന്ന എല്ലാ യങ് ആക്ടേഴ്സും വന്നിട്ടുള്ളതിനകത്തേക്ക് വളരെ നല്ല കാലിബർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഫഹദ് ആയാലും ദുൽഖർ ആയാലും ശരിക്കും വന്നിട്ട് ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഉസ്താദ് ഹോട്ടലിൽ ഹി ഡിഡ് എ വെരി ഗുഡ് ജോബ് ആക്ച്വലി. ആ സമയത്ത് ഫഹദ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ള
നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഫഹദിനെ ഫാസിലിന്റെ പപ്പയുടെ സ്വന്തം അപ്പോസ് ചെയ്യുമ്പോൾ മുതൽ എനിക്ക് കുട്ടിക്കാലം മുതൽ ഞാൻ ഫഹദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഫഹദ് ഇപ്പോൾ സ്റ്റാർഡം വരുന്നതിന് മുമ്പ് തന്നെ ഗോവ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പുള്ളി അവിടെ കമ്പനി അടിക്കാൻ വന്നിട്ടുണ്ട്. നൈസ് ബോയ്. കയ്യിൽ കാശുണ്ടെങ്കിൽ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യും? ഗോൾഡ്, ലാൻഡ്, സിനിമ. സിനിമ ഞാൻ എപ്പോഴും വന്ന് സിനിമയിലും പുസ്തകത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണത്. ആണ്. യെസ്, തിരിച്ചു കിട്ടുമോ? അഫ്കോഴ്സ്. ഞാൻ ജീവിക്കുന്നതിനകത്ത് എനിക്ക് ഉണ്ടാക്കുന്ന അറിവുകളെല്ലാം ഞാൻ അതിൽ നിന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്തിനാ എനിക്ക് തിരിച്ചു കിട്ടാനുള്ള? അത് കിട്ടിക്കഴിഞ്ഞല്ലോ. That's actor Ravindran with me on Star. Ja. Tan Kanakana. Fun. Star with RJ Sean. It's a great interview. Actor Ravindran with me. Thank you very much, Shan. എങ്ങനെ ഉണ്ടായിരുന്നു Star Jam with Shan? Yeah, of course. Star Jam Shan, great. He should come to a movie. You should take me in movies. Definitely. ഇടുക്കി ഡയമണ്ടിൽ നമുക്ക് കൂട്ടിമുട്ടാം. ഇടുക്കി ഡയമണ്ടിൽ ഓക്കെ. But my question is, ഇടുക്കി മലയാളികളുടെ ചങ്ക് ഇടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. അതെ. ഡാമിന്റെ പേരിലും അല്ലാതെയൊക്കെ. അതെ. How was ഇടുക്കി? ഇടുക്കി ബ്യൂട്ടിഫുൾ. ഐ ടെൽ യു, ഞാൻ ഇടുക്കിയിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ലൈക്ക് 70s ഞങ്ങളുടെ ഒരു ബസ് സർവീസ് ആ വഴിയായിരുന്നു. അതുകൂടി പറയട്ടെ, കാശുകാരനാണ്, പണ്ടത്തെ പ്രൊഡ്യൂസറാണ്, അങ്ങനെയൊന്നുമല്ല, പണ്ടത്തെ ബസ് മുതലാളിയാണ്. അതല്ല, അത് ലോങ്ങസ്റ്റ് റൂട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് വരുന്ന ഭയങ്കര രസമാണ്, ഭൂപ്രദേശം നല്ല രസമാണ്. പക്ഷേ അതിനൊക്കെ ഉപരി ഞാൻ ഈ തവണ പോയത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. ഇവിടെ ഒന്നും നമ്മൾ പോകാൻ പറ്റിയിട്ടേ ഇല്ല. 5-6 മലകൾക്കിടയിൽപ്പെട്ട ഒരു ഇടുക്കിലാണ് ഈ ക്ലൈമാക്സ് നടക്കുന്നത്. ഗംഭീര സ്ഥലമാണ്. അടുത്തത് ഡാമിൻ്റെ അടുത്തുള്ളത്. ഒരു മിസ്റ്റ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിസ്റ്റ് അങ്ങ് മാറിയപ്പോഴത്തേക്ക് നമ്മളൊരു ഭയങ്കര ഒരു വ്യൂ കണ്ട് അറിയാതെ ഒച്ചയെടുത്ത് പോകും. ബ്യൂട്ടിഫുൾ വ്യൂ, വെള്ളവും മലയും ഒക്കെ കിടന്ന് ഇങ്ങനെ വെള്ളി പോലെ ഇങ്ങനെ ചില സൂര്യൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്നതൊക്കെ ആയിട്ട്. ഇവിടെയാണ് ഞാൻ വിഷ്വൽ ലിറ്ററസി പറയുന്നത്. കാരണം ഞാൻ കണ്ട ചിത്രം, ഞാൻ അനുഭവിച്ച എങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കുക എനിക്കറിയില്ല. ഇടുക്കി ആക്ച്വലി ഗോൾഡ് ആണ്. അഫ്കോഴ്സ് ഇടുക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇടുക്കി അത്രയ്ക്ക് മനോഹരമാണ്. കേരളം മുഴുവനും മനോഹരമാണ്. കാരണം വി ഹാവ് ബീച്ച്, നമുക്ക് വന്നിട്ടുള്ള വാലീസ് ഉണ്ട്, മൗണ്ടൻ ഏരിയാസ് ഉണ്ട്, എന്താ നമുക്കില്ല, ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്, പാഡി ഫീൽഡ്സ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ്, 7 ബാക്ക് വാട്ടേഴ്സ് ഉള്ള സ്ഥലം വന്നിട്ടുള്ളത്. എന്താ നമുക്ക് കണ്ടൽക്കാട്ട്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒന്നുമില്ല. നമ്മൾ ശരിക്കും നമുക്കില്ലാത്ത ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. Good point, sir. Very good point to wind up. Thank you very much. It was a great show. Thank you very much. And that's actor Ravindran. Yeah, you said it. With me on Star Jam. And ini ende style ton കണക്കിന് fun. 10 കണക്കിന് fun. സ്റ്റാർ ജാം ഇപ്പോൾ കേൾക്കുക മാത്രമല്ല, കാണാം കപ്പ ടിവിയിലും. സൺഡേ രാത്രി 9:30 മണിക്ക് കാണൂ രവീന്ദ്രൻ ആൻഡ് RJ ഷാൻ. ഹാവ് ടൺ കണക്കിന് ഫൺ.